കോൺഗ്രസ് ഭരിക്കുന്ന മാള കരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടിയുടെ തട്ടിപ്പ്. DCC ജനറൽ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ശരത് തോങ്ങലൂർ ചേരുന്നുണ്ട്. ശരത്, DCC സെക്രട്ടറി ആയിരുന്ന ബാങ്ക് പ്രസിഡന്റാണ് രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതും 10 കോടി രൂപയുടെ തട്ടിപ്പ്. മാത്രമല്ല 2006 മുതലുള്ള ഒരു തട്ടിപ്പാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? 2006 മുതൽ 2024 വരെ രാധാകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഇത്തരത്തിൽ വെട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമായിരുന്ന മറ്റ് 20 പ്രതികളും ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട്. വഴിയില്ലാത്തതും നിലം ഉൾപ്പെടെയുള്ള വിലയില്ലാത്തതുമായ ഭൂമികൾ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് ഏതാണ്ട് 10,07,69,000 രൂപയോളം ഇവർ വായ്പയായി തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ഈ വായ്പ തിരിച്ചടയ്ക്കാതെ വിശ്വാസവഞ്ചന നടത്തി എന്നാണ് കേസുള്ളത്. മുൻ പ്രസിഡന്റുമാരായ AR രാധാകൃഷ്ണൻ, ജോഷി പെരേപ്പാടൻ എന്നിവർക്ക് പുറമെ അബ്ദുള്ളക്കുട്ടി പുത്തനങ്ങാടി, ബിന്ദു പ്രദീപ്, ജെയ്സൺ വർഗീസ്, ജിമ്മി ജോയ്, TP കൃഷ്ണൻകുട്ടി, നിയാസ് പുത്തനങ്ങാടി, PC ഗോപി, PK ഗോപി, പോൾസം ഓട്ടുപുറം, പ്രീജ ഉണ്ണികൃഷ്ണൻ, ഷിൻഡോ എടത്താട്ടുകാരൻ, സിന്ധു അശോകൻ, തോമസ് പഞ്ഞിക്കാരൻ, വിജയക്കുറുപ്പ് എന്നിവർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വൻ ക്രമക്കേടും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും നടന്നതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാർ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയത്. രാധാകൃഷ്ണൻ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും പേരിൽ വിവിധ വായ്പകളിലായിട്ട് 1,80,00,000 രൂപ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ലേല നടപടി നടക്കുന്ന ഈ ഫയലുകളിൽ 2,75,00,000 രൂപ ഈടാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ബാങ്കിന് ഇപ്പോഴും ഉള്ളതെന്നും രജിസ്ട്രാറുടെ ഇത്തരത്തിലൊരു കണ്ടെത്തലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാള പോലീസ് ഇവരെ പ്രതിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ശ്രീമതി ശരത്, ഇപ്പോൾ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ്, ശരത് പറഞ്ഞതുപോലെ ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് ഇത്തരത്തിലൊരു കേസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരാതിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 10 കോടിയുടെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ശ്രീനിധി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു സഹകരണ വകുപ്പ്. അതിലാണ് ഇത്തരത്തിൽ വലിയൊരു വെട്ടിപ്പ് ഈ ബാങ്കിൽ, മാള സഹകരണ ബാങ്കിൽ നടന്നതായിട്ട് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസിൽ ഏൽപ്പിക്കുകയും വ്യാജരേഖ ചമച്ചും ബാങ്കിനെ വഞ്ചിച്ചും ഇത്തരത്തിൽ വലിയൊരു തുക കൈക്കലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിന് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാള പോലീസിനെ ജോയിന്റ് രജിസ്ട്രാർ, സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാർ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ശ്രീനിധി, ഇപ്പോൾ 2006 മുതൽ 2024 വരെയുള്ള ഒരു വലിയ കാലയളവിലെ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുവരെ പ്രസിഡന്റ് ആയിരുന്നു രാധാകൃഷ്ണൻ. ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ് എങ്ങനെയാണ്, ആരായിരുന്നു, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? 2006 മുതൽ 2024 വരെയാണ് രാധാകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഇത്തരത്തിൽ വെട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഭരണസമിതി അംഗങ്ങളായ മറ്റ് 20 പേർക്കെതിരെയും ഇത്തരത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻ പ്രസിഡന്റുമായ AR രാധാകൃഷ്ണൻ, ജോഷി പെരേപ്പാടൻ എന്നിവർക്ക് പുറമെയാണ് ഈ 20 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കുടുംബാംഗങ്ങളുടെയും വ്യക്തികളുടെയും പേരിൽ വിവിധ വായ്പകളിലായിട്ട് ഏതാണ്ട് 1,80,00,000 രൂപ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മാള പോലീസിന് ജോയിന്റ് രജിസ്ട്രാർ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശ്രീനിധി, ശരി. കോൺഗ്രസ് ഭരിക്കുന്ന മാള കരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടിയുടെ തട്ടിപ്പ്. DCC ജനറൽ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തത്. 2006 മുതൽ 2024 വരെ രാധാകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഇത്തരത്തിലൊരു വെട്ടിപ്പ് നടന്നത്. ശരത് തോങ്ങലൂരാണ് വിവരങ്ങൾ നൽകിയത്.